ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാർഡിയോളജിയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെ വാൽവ് സർജറി ഇല്ലാണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ നെഞ്ഞു തുറന്ന് ഉള്ള സർജറി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആശ്വാസമാണ്, ഇങ്ങനെ സംഭവം കിട്ടി എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്. കാരണം വെച്ചാൽ വാൽവ് ഇപ്പോൾ ഓൾറെഡി കേടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും വാൽവ് കേടുണ്ട്, ഒരു അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ മാറ്റണം എന്നൊക്കെ. അപ്പോൾ അവർ ആ അടുത്ത കൊല്ലത്തെ സർജറി ആലോചിച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത്, പലപ്പോഴും ബൈപ്പാസ് ഓപ്പറേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടി വരും പല ഹോസ്പിറ്റലിൽ നിന്നും. അപ്പോൾ ചില പേഷ്യൻസ് അതിന് തയ്യാറാവില്ല. അപ്പോൾ അങ്ങനത്തെ രോഗികൾ, അതായത് ബൈപ്പാസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്നാൽ ഡോക്ടർമാർ ബൈപ്പാസ് വേണം എന്ന് പറഞ്ഞ രോഗികൾക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് എങ്ങനെ ആ ബ്ലോക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് സുഹേൽ ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മുടെ മിടിപ്പ് തെറ്റിലൊക്കെ വരുമല്ലോ, അപ്പോൾ ഹൃദയത്തിൻ്റെ, അതായത് ചില സമയത്ത് മിടിപ്പ് വളരെ കുറഞ്ഞു പോകും. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ പേസ് മേക്കറുകൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് പേസ് മേക്കർ, ഏറ്റവും കുറഞ്ഞൊരു ക്യാപ്സ്യൂൾ സൈസുള്ള പേസ് മേക്കേഴ്സ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതും മുറിവില്ലാണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഡോക്ടർ ഗഗൻ പറയാം. പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ആൾക്കാർ, അതേപോലെ ഹാർട്ട് ഇടയ്ക്കിടയ്ക്ക് താളം തെറ്റിയിട്ട് പെട്ടെന്ന് ഹാർട്ട് സ്റ്റക്കായി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നിന്നു സഡൻ ഡെത്ത് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ് CRTD എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സംസാരിക്കുന്നത്. എക്സാക്ട്ലി കാണിക്കാം, അപ്പോഴെന്നാലേ മനസ്സിലാവുള്ളൂ. മറ്റേത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാണുന്നതും സംസാരിക്കുന്നതും ഭയങ്കര വ്യത്യാസം. അത് വാൽവിൻ്റെ നോക്കാം. ഇതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകണ ഈ വാൽവിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുക. അപ്പോൾ ഹാർട്ട് അടിക്കുമ്പോൾ വാൽവ് തുറക്കും, പിന്നെ ഹാർട്ട് അടി നിൽക്കുമ്പോൾ ഇത് അടയും, അല്ലെങ്കിൽ പോയത് ഇങ്ങോട്ട് തന്നെ പോരും, അത് വരാണ്ടിരിക്കാൻ തടയും. അപ്പോൾ ഈ വാൽവ് ഉപയോഗിച്ച് അവസാനം വാൽവ് കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങി വരുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകാൻ ഭയങ്കര തടസ്സമാകുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഹാർട്ട് കൂടുതൽ പ്രഷറോട് കൂടിയിട്ട് പമ്പ് ചെയ്യണം, എന്നാലേ ഈ വാൽവിന് അപ്പുറത്തേക്ക് ബ്ലഡിന് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ രോഗികൾക്ക് നടക്കുമ്പോൾ കിതപ്പ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കിടക്കുമ്പോൾ ശ്വാസം മുട്ടി എഴുന്നേക്കേണ്ടി വരും, സ്പീഡിൽ നടക്കുമ്പോൾ നെഞ്ഞുവേദന ഉണ്ടാവും, അതേപോലെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ തലകറക്കുണ്ടാവും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ കാലുമ്മ നീരും വയർമ്മ നീരും ഒക്കെ ഈ വാൽവിൻ്റെ അസുഖത്തിൻ്റെ ലേറ്റർ സ്റ്റേജിൽ വരും. അപ്പോൾ ഇത് സാധാരണ ആളുകൾക്ക് എല്ലാവരും കിതപ്പുണ്ടെന്ന് പറയുമല്ലോ, ആ കിതപ്പ് ഇതിൻ്റെ ഒരു തുടക്കമായിട്ടാണോ? ആവാം. അങ്ങനെ ചില കിതപ്പ് പല അസുഖങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഒന്ന് വാൽവിൻ്റെ അസുഖം കൊണ്ട് വരാം, വാൽവിൻ്റെ അല്ലാത്ത അസുഖങ്ങൾ കൊണ്ടും കിതപ്പ് വരാം. വാൽവിൻ്റെ അസുഖത്തിന് കിതപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്കോ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതാണോ വാൽവിൻ്റെ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എക്കോ ചെയ്യുമ്പോൾ ഈ വാൽവ് അടഞ്ഞിട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഈ വാൽവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വേണം നമ്മൾ ഈ ചെയ്യാൻ. വാൽവ് കുറേ കാലം കേടായി നിന്നാൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഈ വാൽവിൻ്റെ കേട് കാരണം ഹാർട്ട് വലുതായി ഹാർട്ട് കേടാവും. പിന്നെ വാൽവ് മാറ്റി മാത്രം പോരാ, ഹാർട്ട് മൊത്തം മാറ്റേണ്ടി വരും. കറക്റ്റ് സമയത്ത്, അത് വളരെ നേരത്തെ അല്ല, ഒരു ടൈമുണ്ട്. അതായത് ഒരു വാൽവിൻ്റെ അസുഖം കൂടിക്കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് മൊത്തം കേടുവരും. അപ്പോൾ ഈ സമയത്താണ് ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറയും. സർജറി വേണമെന്ന് പറയുമ്പോൾ സാധാരണ സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ഞ് തുറന്ന് ഹാർട്ട് തുറന്ന് ഉള്ള വാൽവ് മാറ്റിയിട്ട് ഈ പുതിയ വാൽവ് സ്വിച്ചർ ചെയ്ത് വെച്ച് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ അടച്ച് പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിലൊക്കെ പോയി ICUലൊക്കെ പോയി ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മാസം റെസ്റ്റൊക്കെ എടുത്ത് 2-3 മാസം കൊണ്ടാണ് ഒന്ന് റിക്കവറായി വരിക. ഇത്രയും സമയം ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് എടുക്കും. മേജർ പ്രൊസീജിയറാണ്, റിസ്ക് ഒക്കെ ഉള്ള ഒരു മേജർ പ്രൊസീജിയറാണ്. എന്നാൽ ഇതിന് റിസ്ക് കുറവുള്ള അനസ്തീഷ്യ ഇല്ലാണ്ട് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർത്ത് ഒരു ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം നടന്ന് വീട്ടിൽ പോയി അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഫുൾ പഴയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പേഷ്യൻറ്റിനെ നേരാക്കി എടുക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഈ ടാവി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ടാവി. ബേസിക്കലി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കാലിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഒരു വാൽവ് ബലൂൺമേ അമർത്തി വെച്ച വാൽവുണ്ട്. ഈ വാൽവ് കൊണ്ടുപോയിട്ട് ഈ ഒറിജിനൽ വാൽവിൻ്റെ ഉള്ളിൽ വെക്കുന്നു, എന്നിട്ട് അവിടെ വികസിപ്പിക്കുന്നു. ഞാൻ കാണിക്കാം. ഇതാണ് വാൽവ്. ഇത് ഒരു ബലൂൺമേ വെച്ചിട്ടുള്ള വാൽവ് കാണുന്നുണ്ടാവും. ഈ കാണുന്നത് വാൽവാണ്, മനസ്സിലായത്. ഇതൊരു വയറ് ഇവിടെ കടത്തിയിട്ടുണ്ട്, കാലിൻ്റെ രക്തക്കോളിൻ്റെ ഉള്ളിലൂടെയാണ് വയറ്. ഇത് ഹാർട്ട് വരെ ഉണ്ട്. ഈ വയറുമ്മക്കൂടിയാണ് ഈ വാൽവ്, കണ്ടില്ലേ, വാൽവ് മേലേക്ക് പോകുന്നുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ അവിടെ വാൽവ് എത്തിച്ചു തള്ളിയിട്ട്, മനസ്സിലായില്ലേ. എന്നിട്ട് ആ വാൽവ് അവിടെ വികസിപ്പിക്കുകയാണ്. കറക്റ്റ് പൊസിഷനല്ലേ നോക്കി ഈ ബലൂൺ വെച്ചിട്ട് ഈ വാൽവ് വികസിപ്പിക്കുന്നു. വികസിപ്പിച്ച് ഫുൾ വികസിപ്പിക്കുമ്പോൾ
അപ്പോൾ ആ ബലൂൺ ഫുള്ളാക്കുന്നതോട് കൂടിയിട്ട് ഈ വാൽവ് അവിടെ ആ പൊസിഷനിൽ കണ്ടില്ലേ വികസിപ്പിച്ചു. ഈ വാൽവ് മെറ്റൽ ആണ് അതിൻ്റെ ചുറ്റും. ഈ മെറ്റൽ വെച്ചിട്ട് ആ സൈഡിൽ പിടിച്ച് നിൽക്കും. പുറത്തേക്ക് തള്ളി വലുതാക്കി ഇനി ഈ മെറ്റൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളെങ്കിലും ഈ മെറ്റലിൻ്റെ ഉള്ളിൽ ഒരു വാൽവുകളുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ആ വാൽവ് പ്രോപ്പർ വർക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ വാൽവാണ്. ഈ സാധനമാണ് വാൽവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞ പ്രൊസീജിയർ, അതായത് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ICU അതെ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അതുപോലെ അതിന് ചെയ്യുന്നതിന് മുമ്പ് അത് സ്യൂട്ടബിൾ ആണോ നോക്കാനുള്ള CT എടുക്കണം. അതാണ് അവിടെ നമ്മൾ CT ഒക്കെ വെച്ചിരിക്കുന്നത്. CT എടുത്ത് പ്ലാനിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് പേഷ്യൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ സ്റ്റേജ് 1 ദിവസമോ 2 ദിവസമോ മാക്സിമം റൂമിൽ കിടന്നാൽ മതി. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ വിടാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ നോർമൽ ലൈഫിൽ അവർക്ക് വണ്ടി ഓടിക്കാം, കാര്യങ്ങൾ ചെയ്യാം, അവരുടെ പ്രാർത്ഥനകൾ എല്ലാ കാര്യങ്ങളും നോർമലി ചെയ്യാം. മറ്റു കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽ ചെലവുകൾ നോക്കുമ്പോൾ ആക്ച്വലി ഇത് ആക്ച്വലി സർജിക്കൽ പ്രൊസീജിയറിനേക്കാളും എക്സ്പെൻസീവ് ആണ്. കാരണം ഈ വാൽവ് പലതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വാൽവ് ആസച്ച് കോസ്റ്റ് അറ്റ് പ്രസൻറ്റ് കൂടുതലാണ്. പക്ഷേ പണ്ടുണ്ടായിരുന്ന കോസ്റ്റിനേക്കാളും ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇനി സമയം ചെല്ലുന്തോറും വാൽവിൻ്റെ കോസ്റ്റ് ഇനിയും കുറഞ്ഞു വരും. ഇന്ത്യൻ വാൽവുകളൊക്കെ വന്നു തുടങ്ങി. അത് കോസ്റ്റ് അത് കാരണം അമേരിക്കൻ വാൽവ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്ന സമയത്താണ് ഇന്ത്യൻ വാൽവുകൾ വന്നത്. അപ്പോൾ അവർ പ്രൈസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി അമേരിക്കക്കാർ കുറച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ അവരും കുറയ്ക്കേണ്ടി വരും. കാരണം ഇവർ ഈ കോമ്പറ്റീഷൻ കൊടുക്കുമ്പോൾ അവർ കുറയ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അതായത് പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ, ഈ പ്രയാസങ്ങൾ, 3 മാസത്തെ ജോലിയുടെ പോക്ക്, ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ വാൽവുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചികിത്സ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നമുക്ക് പുതിയ ചികിത്സകൾ കാണാനുണ്ട്.